രാമസിംഹൻജി, അങ്ങ് ഇപ്പോ എനിക്കറിയാം പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ എടുത്തതാണ്. 1921 എന്ന് പറയുന്ന ഈ 1921 നടന്ന വർഗീയ കലാപത്തെ വെളുപ്പിച്ച് ഒരു സിനിമ മമ്മൂട്ടിയെ നായകനാക്കി ഇറക്കിയതും നമ്മൾ കണ്ടതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നും അതിന്റെ പൊള്ളയായ വസ്തുതകൾ ചിത്രീകരിച്ച 1921 മമ്മൂട്ടിയുടെ സിനിമയും നമ്മൾക്കറിയാം. ഈ രണ്ട് സിനിമ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് കൃത്യമായിട്ടും അറിയാൻ പറ്റും എത്രത്തോളമാണ് ഇവിടുത്തെ ചരിത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മൂടാൻ വേണ്ടി ഇവിടെ ഈ സിനിമ മാഫിയകൾ, ഇസ്ലാമിക ഭീകര ജിഹാദി മാഫിയ കൂട്ടുകെട്ടുകൾ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ഇനിയും വാക്കുകൾ ഉണ്ടെങ്കിൽ ഐസിസ് അതല്ലെങ്കിൽ വലിയ വലിയ തീവ്രവാദ സംഘടനകളെ പോലും കൂട്ടിക്കെട്ടി പറയേണ്ട അവസ്ഥയുണ്ട്. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? നമ്മള് സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സിനിമയെ തന്നെ നമ്മൾ വിലയിരുത്തുന്നത്. സിനിമ അതിശക്തമായിട്ടുള്ള ഒരു മീഡിയമാണ് മറ്റ് കലകളെ അപേക്ഷിച്ച്. കാരണം സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് പരിപൂർണമായിട്ട് ഇരുട്ടിലാക്കി ഒരു സംവിധായകന്റെ ചിന്ത മാത്രം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കലയാണ് സിനിമ. അത് സിനിമയുടെ ശക്തിയും അതാണ്. ഞാനിപ്പോ ഇത് ചന്ദ്രനിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ നടക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. അവർ ചന്ദ്രനിൽ എത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ എത്ര വലിയ അസത്യങ്ങളെയും സത്യമായി ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ലോകത്ത് സിനിമ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ ലെനിൻ ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോൾ ലെനിൻ പറഞ്ഞു, ഇത് വിപ്ലവത്തിന് ആക്കം കൂട്ടാൻ ഉപയോഗിക്കാം. അങ്ങനെ ആ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം വിപ്ലവ സിനിമകൾ സോവിയറ്റ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വിപ്ലവ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിലാണെങ്കിലും ശരി, കലയിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വളർന്നത് എന്ന് ചോദിച്ചാൽ കർഷക സമരങ്ങളിലൂടെയല്ല. യഥാർത്ഥത്തിൽ പ്രോപ്പഗണ്ട സിനിമയിലും നാടകത്തിലും KPSC ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെയാണ് ആ രാഷ്ട്രീയം വളർന്നത്. അപ്പൊ എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാവണോ സമൂഹം എന്ന് സിനിമയെ കൊണ്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ പലരും പറയും സിനിമ നമ്മളെ സ്വാധീനിക്കാറുണ്ടെന്ന്. നമ്മൾ ഇന്നിടുന്ന വസ്ത്രം മുതൽ, നമ്മുടെ ഹെയർ സ്റ്റൈല് മുതൽ, നമ്മുടെ ഭക്ഷണം മുതൽ, നമ്മുടെ മദ്യപാനം മുതൽ, ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ തന്നെയും സിനിമയിലൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ എന്റെയൊക്കെ കുഞ്ഞുനാളിൽ ഈ കാബറെ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പതഞ്ഞു പൊന്തുന്ന ബീർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് കുടിച്ചിട്ട് മരിച്ചാൽ മതി നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അതിലൂടെ അങ്ങനെ ആകർഷിക്കും. അതേപോലെ ഈ നടന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ഫാഷനായിട്ട് പെട്ടെന്ന് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെറുപ്പക്കാരത് അവരുടേതാക്കി മാറ്റുകയും ചെയ്യും. നമുക്ക് ഈ ലോകത്തിന്റെ ബെൽബോട്ടം എന്ന് പറയുന്ന പാൻറ് ജയനിട്ടപ്പോ ബെൽബോട്ടം എല്ലാവരും ഇട്ടു. അങ്ങനെ മലയാള സിനിമയിൽ എന്തൊക്കെ ഫാഷൻ തിരക്കുണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തില്ല. ആ സിനിമയുടെ ശക്തിയാണ്, ആ മീഡിയത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഹറാം ആയിട്ടാണ് സിനിമയെ ഇസ്ലാമിക സമൂഹം കണ്ടത്. സൗദി അറേബ്യയിൽ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. സൗദി അറേബ്യയിൽ തിയേറ്റർ വന്നിട്ട് 2 വർഷമോ മറ്റോ ആവുന്നുള്ളൂ. അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പൊ സിനിമ ഹറാമായിട്ട് കരുതുന്ന ഒരു സമൂഹം പതിയെ പതിയെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയിൽ മനസ്സിലാക്കി ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക വൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഭാരതം അങ്ങ് മുറുകെ പിടിച്ചിരിക്കുന്ന ധർമ്മശാസ്ത്രം, അതല്ലെങ്കിൽ ധർമ്മം, സനാതന ധർമ്മം, അതിനെ എളുപ്പത്തിൽ നശിപ്പിക്കാവുന്ന ഒരു ഘടകം ഈ സിനിമയിലൂടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ആൾക്കാർ ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്കൊന്നും കുമ്പസാരക്കൂട്ടിന്റെ ഈ കുമ്പസാരക്കൂട്ടിൽ ഇക്കിളി എനിക്ക് ആദ്യമൊന്നും അനുഭവപ്പെട്ടില്ല. അടുത്ത കാലത്ത് സിനിമ വരുന്നത്. ഇപ്പൊ കുമ്പസാരക്കൂട്ട് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നല്ല കൺസെപ്റ്റായി. എനിക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു മീഡിയേറ്ററോട് പറയുന്നു, എനിക്കൊരു പിതാവ് എനിക്കൊരു തെറ്റു പറ്റി. അപ്പൊ അദ്ദേഹം അതിന് പറയുന്നു, ആ തെറ്റ് ഇനി ആവർത്തിക്കരുത്, നീ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു സംഗതിയെ ഒഴിപ്പിച്ചു വിടുന്ന
ഒരു കൗൺസിലിംഗ് ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ രീതി. പക്ഷെ മലയാള സിനിമ അതെന്തായി? അപ്പുറത്തൊരു പെണ്ണ് വന്നിരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പറയാൻ തോന്നുന്നു, ആകാംക്ഷയോട് എന്നിട്ട് 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 എന്ന് പറയുന്ന രീതിയിൽ ഒരു മഞ്ഞ പുസ്തകത്തിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ മനസ്സിലെന്തായി? ഓ, പള്ളിയിലച്ചന്മാരൊക്കെ എങ്ങനെയാണ്, പള്ളിയിലൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ വന്നു. അതേപോലെ മലയാള സിനിമയിൽ ജാതി വ്യവസ്ഥ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലം ഒരു നമ്പൂരി എന്താണ് വെറ്റില മുറുക്കുന്നു, മറ്റേ അടിയൻ കൊണ്ടു കൊടുക്കുന്നു, ഈ ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ നമ്മൾ യാഥാസ്ഥികരതായിട്ടുള്ള ഒരേ സിനിമ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നമ്പൂരിമാരെയും ഈ പറയുന്ന ആയമാരെയൊക്കെ നമ്മൾ വെറുത്തു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗമായി. വളരെ കാലം എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ നിജസ്ഥിതി സത്യാവസ്ഥ അറിയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ശരി തന്നെ. ആ ഉണ്ടായിരുന്നതൊക്കെ മാറി നാരായണഗുരു വന്നു, മാറ്റങ്ങൾ വന്നു, ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. നമ്മൾ പതിയെ പതിയെ സമൂഹത്തിന് ഈ ജാതിയെയല്ല നമ്മൾ എടുത്തു മാറ്റുന്നത്, ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ എടുത്തു മാറ്റുക. ജാതി അവിടെ കിടക്കട്ടെ. ഇപ്പൊ ചണ്ടാള ബാബ എന്ന് പറയുമ്പോൾ ചണ്ടാളിന് അവിടെ വേണമെന്നേ, ഇല്ലെങ്കിൽ പിന്നെ ചണ്ടാള ബാബ ഉണ്ടാവില്ലല്ലോ. നായന്മാരവിടെ വേണം, ഇല്ലെങ്കിൽ പിന്നെ നായന്മാരുടെ കുലധർമ്മം ഉണ്ടാവില്ലയോ. ഓരോരുത്തരും അവിടെ വേണം. അത് പരസ്പര പൂരകമായിട്ട് വേണം എന്നാണ് ധർമ്മശാസ്ത്രം. ഒന്നിനെയും അകറ്റുന്നില്ല, എല്ലാം കൂടി. കാരണം മണ്ണിൽ അധ്വാനിക്കുന്നവരും ബോധമുള്ള ആളും ഉണ്ടെങ്കിലേ രാജ്യം മുന്നോട്ട് പോവുള്ളൂ. എല്ലാവരും ജ്ഞാനികളായി മാറിക്കഴിഞ്ഞാൽ, എല്ലാവരും പാപമാരായി കഴിഞ്ഞാൽ ലോകം മുന്നോട്ട് പോവില്ല. അപ്പൊ അടിസ്ഥാന വർഗം, മധ്യവർഗം, ഉപരിവർഗം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, പട്ടാള മേഖല എന്നിങ്ങനെ ഈ ആധുനിക സമൂഹത്തിൽ പോലും വർണ്ണാശ്രമങ്ങളുണ്ട്, എല്ലാ രീതിയിലുണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഓരോ കുലത്തിനും ആ കുലത്തിൻ്റെതായ മഹിമയുണ്ട്. അപ്പം ആ കുലത്തിന്റെ മുമ്പിൽ എപ്പോഴും പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞ നീ ജർമ്മനാടാ, നീ പുലയനാടാ, നിന്റെ ശത്രുവാടാ നമ്പൂരി, നിന്റെ ശത്രുവാടാ നായര് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കാണുന്ന ആ പഴയ ചണ്ടാള സമൂഹത്തിന് ഒരു തനിക്കെന്തോ ഒരു കുറച്ചിലുണ്ടെന്ന് തോന്നും, അവർക്കെന്തോ കൂടുതലുണ്ടെന്ന് തോന്നും. ഇത് ഒരു സ്പർദ്ധയായിട്ട് മാറാൻ ഇവര് തമ്മിൽ ഒരിക്കലും, നമ്മളിപ്പുറത്ത് പറയും അത് അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്നത്, ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഒരുമിച്ച് പോകരുത്, ഈ വിഭിന്നമായ നിൽക്കണം. പിന്നെ അടുത്തത് എന്താണ്, ഇതിലൊരു ശാസ്ത്രമുണ്ട്. ഇപ്പൊ ദളിത് സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദളിത് സ്നേഹം കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാവോയിസ്റ്റുകൾക്ക്, അതേപോലെ ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ദളിത് സ്നേഹം, ആ ദളിത് സ്നേഹം കൊണ്ട് ഇവരെന്താ നേടുന്നത്? ഒന്ന് ആലോചിച്ചത്. കേരളത്തിലെ ദളിത് സംഘടനകൾ ദളിതിനെ ഞങ്ങള് ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകും. ഈ ദളിതന്മാരുടെ നില എന്താണെന്ന് ദളിത് പറയരുതെന്ന് പറയും. ദളിത് എന്ന് മുൻകൂട്ടി പറഞ്ഞ് ഈ ദളിതന്മാരെ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങൾ എതിർക്കുന്നത് ഈ പറയുന്ന നമ്പൂരിമാരെയും നായന്മാരെയോ അല്ലെങ്കിൽ ഉന്നത ശ്രേണിയിലുള്ള ജാതികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമി, ഈ PDP, SDPI ഇവരൊക്കെയാണ് മുന്നിട്ടിറങ്ങുന്നത്. അവരെയാണ് കരുവാക്കിയത്. ശബരിമലയില് കയറിയത് ആരാണ്? കയറ്റാൻ ശ്രമിച്ചത് ആരാണ്? ഈ ക്ഷേത്രങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഉപയോഗിച്ചത് ആരാണ്? ഇങ്ങനെയുള്ള ആളുകളെയാണ് പിരികേറ്റി ഇവര് മുന്നോട്ട് നയിക്കുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതേ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് മതം തന്നെയാണ്, സ്പർദ്ധ ഉണ്ടാക്കുക. 2 മയക്കുമരുന്നാണ്. 3 ഈ പറയുന്ന മാഫിയാണ്. 4 ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പണം. ഇത് 4 ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാലോ? സിനിമ, നമ്മുടെ സിനിമയുടെ ആദ്യകാലം ഞാൻ 1977 സിനിമയിൽ വരുന്ന വ്യക്തിയാണ്. അത് ഒരു മാപ്പിള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഒത്തുപള്ളിയിൽ അന്ന് നമ്മൾ പറഞ്ഞ ഗാനത്തിലെ ബാലനടനായിട്ടാണ് ഞാൻ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള സിനിമ നമ്മൾ എടുത്തു നോക്കുക. സിനിമയ്ക്ക് വ്യക്തമായിട്ട് ധാരണയുള്ള നിർമ്മാതാവുള്ള കമ്പനികളുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം.